പിന്നെ എൻ്റെ 35ാമത്തെ പിറന്നാളാണ്, ബർത്ത്ഡേ. അപ്പം 35ാമത്തെ ബർത്ത്ഡേക്ക് 35 വർഷമായിട്ട് എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു ഗിഫ്റ്റാണ്, ഏറ്റവും വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റ്, റൈബാൻ്റെ മെറ്റ. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ ഒരു ക്യാമറ റെക്കോർഡിംഗ് ഉണ്ട്, ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കും. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ വാങ്ങാനായിട്ട് ശ്രമിച്ചു, പക്ഷേ നടന്നില്ല, കിട്ടാൻ പാടാണ്. ഇതിപ്പം ഞാനിപ്പോൾ UAE-യിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പണ്ടെങ്ങാണ്ട് പറഞ്ഞതിൻ്റെ ഒരു ആഗ്രഹം, പക്ഷേ ആൾ എനിക്ക് ബർത്ത്ഡേക്ക് ഇത് സർപ്രൈസായിട്ട് തന്ന ഗിഫ്റ്റ് ഞാൻ ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്യണം. ഇവിടെ ഒരു ചെറിയൊരു ലൈനുണ്ട്, അന്ന് ഇതിൽ പിടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളകി വരും. നമുക്കിതിവിടെ വയ്ക്കാം. ഇതിന് ശേഷം നമ്മളിത് പൊളിക്കണം. ഇങ്ങനെ വെക്കുമ്പോൾ അതിനകത്ത് കുറേ ഡയലോഗൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് അടുത്തതായി ഇങ്ങനെ ഇളക്കി എടുത്ത് ഇതിങ്ങനെ എടുക്കുമ്പോൾ റൈബാൻ്റെ പൗച്ചിനകത്ത് നമ്മുടെ ഗ്ലാസ് ഇരിപ്പുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറേ വർഷമായിട്ട് ആഗ്രഹിച്ചിരുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ തുറക്കാൻ പോവുകയാണ്. ഇവിടെ ലൈറ്റ് എത്തിക്കണം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് എത്തും. ഇവിടെ ലൈറ്റ് എത്തും. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, ഇതിലും കാണിക്കുന്നത് ലൈറ്റ് എത്തും. എന്നിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് പുറത്തിറക്കുകയാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് ഒന്നുമല്ല, ഇത് ബ്ലാക്ക് കളറല്ല, ഇത് പ്ലെയിൻ ഗ്ലാസ് ആണ് വാങ്ങിച്ചു വരുന്നത്. കാര്യം എൻ്റെ കണ്ണിന് പവറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സംഭവം. ഇതിനകത്ത് ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്. ഇവിടെയാണ് ചാർജ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ അടിയിൽ ചാർജ് ചെയ്യാനുള്ള പോർട്ടുണ്ട്. പിന്നെ ചാർജിങ് കേബിൾ ഇതിനകത്ത് കാണുന്നില്ല. ചാർജിങ് കേസ് ഇത് തന്നെ കേട്ടോ. ഇവിടെ നമ്മൾ C ടൈപ്പ് ചാർജിങ്ങിൻ്റെ പോർട്ടുണ്ട്. നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ചാർജറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിനകത്തിരുന്ന് ഈ സാധനം ചാർജ് ആവും. സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ അധികം അൺബോക്സിംഗ് ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ ഒരു ക്യാമറയുണ്ട്. ഈ ക്യാമറ ഇവിടെയാണ് ക്യാമറ, 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ക്യാമറ ഓണാക്കുമ്പോൾ ഇവിടെ ലൈറ്റ് LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. നമുക്ക് ക്യാമറ ഇപ്പോൾ ബാറ്ററി ചാർജ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇവിടെ ഒരു മൈക്ക്, ഇവിടെ 2 മൈക്ക് കാണുന്നുണ്ട്, 2 സ്പീക്കർ കാണുന്നുണ്ട്. ഈ 2 സൈഡിലായിട്ട് 2 സ്പീക്കർ. ഇതിന് കണ്ണിൽ വെച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ പാട്ട് കേൾക്കാം, കോള് വിളിക്കാം, സംസാരിക്കാം, വീഡിയോ റെക്കോർഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഐഫോണിൻ്റെ അതേ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിലെടുത്ത് ഇങ്ങനെ കാണിക്കാം. അപ്പോഴത്തേക്ക് ക്വാളിറ്റിയിൽ വ്യത്യാസം മനസ്സിലാവും. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് S23 അൾട്രയിലും തൊട്ടപ്പുറത്ത് S24-ലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഗിഫ്റ്റ് എനിക്ക് സമ്മാനിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ആ വ്യക്തിക്ക് 1000 താങ്ക്സ്.